ഈ ഡബിൾ ടോണ് അതിൽ കുറച്ചൊരു കച്ചവടമില്ല. അപ്പൊ അതേപോലെയാണ് അച്യുതാനന്ദൻ. എന്ത് രാജ്യത്ത് നടന്നാലും ഐസ്ക്രീം എന്തായി, ഈ വിഷയമല്ലാതെ വേറെ അയാൾക്കൊരു ചർച്ചയില്ല. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം പാർട്ടിയിലെ പെൺകുട്ടികൾ എഴുതി കൊടുത്ത പരാതിയെ പറ്റി ഇയാൾക്ക് അന്വേഷണമില്ല. ശശിയെ പറ്റി പറഞ്ഞതിന് ഇയാൾക്ക് അന്വേഷണമില്ല. ഗോപിയെ പറ്റി പറഞ്ഞത് ഇയാൾക്ക് അന്വേഷണമില്ല. പോളിറ്റ് ബ്യൂറോ അംഗം തമിഴ്നാട്ടിൽ കടലിൽ ചാടി ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് ഇയാൾക്ക് അന്വേഷണമില്ല. പാർട്ടിയുടെ ദേശാഭിമാനിയിലെ പെൺകുട്ടികൾ, AK ഗോപാലന്റെ മക്കൾ, സഖാവ് CKP പത്മനാഭന്റെ പേരക്കുട്ടികൾ, ദേശാഭിമാനിയിലെ വനിതാ ജീവനക്കാർ, ഇവരാരും പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ എഴുതി കൊടുത്ത പരാതിയെ പറ്റി ഇയാൾക്ക് അന്വേഷണമില്ല. ഇയാൾ മറ്റുള്ളവരെ കേസ്, മറ്റുള്ളവരെ വിഷയം, ഇതിനെ ഇയാൾക്ക് നേരമുള്ളൂ. ഞങ്ങൾ കണ്ടോ കുറഞ്ഞ ദിവസം കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ചു. കുറഞ്ഞ ദിവസം കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ചത് കേരളത്തിൽ. ഇങ്ങനൊരു ഭരണം നിങ്ങൾ വെറുതെ എങ്ങനെ ഓരോന്ന് പ്രഖ്യാപിക്കാന്നല്ലാതെ എന്തെങ്കിലും കൊടുത്തിരുന്നോ? 2 രൂപയുടെ അരി എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ 1 രൂപയുടെ അരി എന്നാ പറഞ്ഞത്. ഞങ്ങൾ 1 രൂപ എന്നാക്കിയത് എന്താ? അതിന്റെ താഴെ പിന്നെ ഉറുപ്പിയല്ലായിട്ടാ, അല്ലെങ്കിൽ ഇനിയും താത്തു. ഞങ്ങൾ 1 രൂപയുടെ അരി എന്ന് പറയല്ല, കൊടുത്തു. നിങ്ങൾ മാലിന്യങ്ങൾക്ക് ക്ഷേമനിധി എന്ന് പറഞ്ഞു കൊടുത്തില്ല. ന്യൂനപക്ഷങ്ങൾക്ക് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തില്ല. മൈത്രി ഭവന പദ്ധതി എഴുതിത്തള്ളു എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയില്ല. വെറുതെ എങ്ങനെ പറയാൻ. നമ്മുടെ ഈ ലീക്കി വീരാന്റെ കത്ത് പോലെയാണ്. ലീക്കി വീരാൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടല്ലോ, അയാളെ ഒരു കത്ത് വായിക്കുന്നുണ്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട്. ഞാൻ ഗൾഫിൽ നിന്ന് 10,000 രൂപ അയക്കുന്നുണ്ട്, ഇത് കിട്ടിയാൽ അമ്മോശന് 10,000, അമ്മായിയമ്മക്ക് 5,000, ഇളയമ്മക്ക് 500 എന്നിങ്ങനെ കൊടുക്കണം എന്ന ആഗ്രഹമുണ്ട്. പണിയില്ല, കയ്യിൽ പൈസ ഇല്ല എന്നറിയാം. അതാണ് ഇവരിങ്ങനെ ഈ പറയാ എന്നല്ലാതെ എന്തെങ്കിലും ന്യൂനപക്ഷത്തിന് കൊടുത്തിട്ടുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ന്യൂനപക്ഷ സമുദായത്തെ സഹായിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ അവർക്ക് കഴിഞ്ഞിരുന്ന മണ്ണേതാ? ബംഗാൾ. ആ ബംഗാളിൽ എന്താ നൽകിയത്? LP സ്കൂളില്ലാത്ത പഞ്ചായത്തോ, ടാറിടാത്ത റോഡോ, കറണ്ട് കാലില്ലാത്ത പ്രദേശോ ഒന്നും നൽകിയില്ല. ആ ബംഗാളിൽ ഒരു സ്ഥാപനം പോലും ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, മമതാ ബാനർജി ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോഴാണ് 10,500 മദ്രസകൾക്ക് അംഗീകാരം കൊടുത്തത്. 10,500 മദ്രസ ഒറ്റയടിക്ക് കൊടുക്കേണ്ടി വന്നു. എന്താ കാര്യം? അവിടെ അങ്ങനെ ഒരു മദ്രസ ഒന്നുമില്ല. നമ്മുടെ യൂത്ത് ലീഗിന്റെ കുട്ടികൾ ബംഗാൾ അടക്കമുള്ള നാട്ടിലെ ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ടുവന്നിട്ട് നമ്മുടെ നാട് പരിചയപ്പെടുത്തി. ഇത് സർ സയ്യിദ് കോളേജ്, ഇത് പോക്കർ സാഹിബ് മെമ്മോറിയൽ കോളേജ് തിരൂരങ്ങാടി, ഇത് സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് തിരൂർ, അങ്ങനെ തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജ്, ഇങ്ങനെ സ്ഥാപനങ്ങൾ മുഴുവൻ കാണിച്ചു കൊടുത്തിട്ടൊരു തറവാടിയെ പോലെ ഇതിന്റെ വല്യുപ്പാന്റെ വീട്, ഇതിന്റെ ഉമ്മാന്റെ കുടുംബ വീട്, ഇതിന്റെ തറവാട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അവർ ചോദിച്ചു എങ്ങനെ ഉണ്ടാക്കി? നമ്മൾ പറഞ്ഞു ജനാധിപത്യത്തിന്റെ പോർക്കളത്തിൽ ബാലറ്റ് ഉപയോഗിച്ചു. ബുള്ളറ്റല്ല, ബാലറ്റ് ഉപയോഗിച്ചു. പോയി അവരാ നാട്ടിൽ പോയി. എന്നോ അന്യാധീനപ്പെട്ട് കിടന്നിരുന്ന ബംഗാളിലെ 200 ഏക്കർ വരുന്ന ഭൂമി, ആ ഭൂമിയെപ്പറ്റി നേരത്തെ നമ്മുടെ ഈ സൗധം ഉദ്ഘാടനം ചെയ്ത സുൽഫ് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ വിളിച്ചറിയിച്ചു, ഇവിടെ ഇങ്ങനെ ഒരു ഭൂമി ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, വല്ല സ്ഥാപനവും തുടങ്ങണം. ചെമ്മാട് ദാറുൽ ഹുദയെ വിളിച്ചു ഹൈദർ അലി തങ്ങൾ പറഞ്ഞു. നമ്മൾ ഈ ചെറുപ്പക്കാരെ വിളിച്ചതിന്റെ ഫലം കണ്ടു. ചെമ്മാട് ദാറുൽ ഹുദക്ക് ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ ബംഗാളിലെ ആ ട്രസ്റ്റ് തയ്യാറായി. അൽഹംദുലില്ലാ, ചെമ്മാട് ദാറുൽ ഹുദയുടെ ഒരു സെന്റർ പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ തറക്കല്ലിട്ട് കഴിഞ്ഞു. അതിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളായിരുന്നു എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അതിനാൽ ലീഗ്, നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ എന്താ ചെയ്തത്? ഇത്രയും കാലം അവിടെ ഭരിച്ചൊരു മദ്രസ പോലും നൽകിയില്ല. ആ ബംഗാളിൽ ഈ സെന്റർ, ദാറുൽ ഹുദയുടെ സെന്റർ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഹുദവികളായ ദാറുൽ ഹുദയിലെ മക്കള് അവിടെ ഉണ്ട്. ആ കുട്ടികള് ദാറുൽ ഹുദയുടെ ആ മക്കൾ ആ ബിൽഡിംഗ് നിർമ്മാണ സ്ഥലത്ത് നിന്ന് ഞങ്ങളൊക്കെ വിളിക്കാറുണ്ട്. അവർ പറഞ്ഞു അവിടെ 100 രൂപയാണ് ഇപ്പോൾ കൂലി. 100 രൂപ. നിങ്ങൾ ആലോചിക്കണം, ബംഗാളിലെ സുഖം എത്രയാണ് എന്ന് നോക്കണമെങ്കിൽ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് കടയിൽ നോക്കിയാൽ മതി. ഷവർമ, കുബൂസ് ഉണ്ടാക്കുന്ന ആളുകളാരാ? ബംഗാളിലെ ചെറുപ്പക്കാരനാണ്. എവിടെ എത്തി ബംഗാളിലെ ചെറുപ്പക്കാരൻ? ഷവർമ, കുബൂസ് ഉണ്ടാക്കുന്ന കടയിൽ മാത്രമല്ല, കിണർ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് അവരെ കാണാം, ബിൽഡിംഗ് നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് അവരെ കാണാം. ചങ്ങരംകുളത്തേക്ക് പോകുന്ന സ്ഥലത്ത് നരണിപ്പുഴ പാടമുണ്ട്. ആ വയലിൽ ഈയിടക്കടുത്ത് ഞാറ് നടന്ന കുറച്ച് ചെറുപ്പക്കാരെ ഫോട്ടോ ഞാൻ കണ്ടു.
മാതൃഭൂമി പത്രം എഴുതി ഇവർ ബംഗാളിലെ ചെറുപ്പക്കാരാണ്. ബംഗാളിലെ ചെറുപ്പക്കാരൻ വന്ന് ഇവിടെ ഞാറ് നട്ട് ജീവിക്കുകയാണ്. എന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ സ്വർഗത്തിന്റെ ഊക്കൊണ്ട് പോകുന്നതല്ലേ? എന്താ ഇപ്പൊ നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ അവർക്ക് അബുദാബി ദുബായ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ അബൂഖരാജിയൊക്കെയാണ് ഓരോ വലിയ സ്പോൺസർ. ആരെ? ഈ ബംഗാളികളെ. ആ ബംഗാളികളെ പേരൊക്കെ കേട്ടിട്ടുണ്ടോ? ബംഗാളികളെ പേരൊക്കെ കേട്ടാൽ നെട്ടിപ്പോവും. ഞാൻ അടുത്തൊരാളോട് ചോദിച്ചു, പറഞ്ഞു മുഹമ്മദ് അഹമ്മദ് ആലം ദസ്തഗീർ ഖാൻ. അവന്റെ പേരാ പറഞ്ഞത്. അവന്റെ പേരയിലുള്ളവരെ മുഴുവൻ പേരല്ല, അത് അവന്റെ മാത്രം പേരാ. പേര് ചോദിച്ചിട്ട് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ അകത്തെ പള്ളിയും കഴിഞ്ഞ് ഹൗദും കരയും കഴിഞ്ഞ് ചെരുപ്പിടൽ തുടങ്ങിയിരിക്കുന്നു. പിന്നേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും പേര് കഴിഞ്ഞിട്ടില്ല. 1 കിലോമീറ്റർ ആ പേര്. ഈ നരണിപ്പുഴ പാടത്ത് ഞാറ് നടുന്ന ബംഗാൾ ചെറുപ്പക്കാരന്റെ പേര് മാതൃഭൂമി എഴുതി ഇസ്ലാം ഖാൻ. ഇസ്ലാം ഖാൻ എന്നാ അവന്റെ പേര്. നോക്കണം, ആ പേരുള്ള ആളൊക്കെ നമ്മളെ നാട്ടില് മെഹ്റാബിൽ എത്തിക്കാതിരിക്കുകയാണ്. പക്ഷെ ഇയാൾ എവിടെ ഇരിക്കുന്നു? പാടത്ത് വരമ്പത്താ വന്നിരിക്കുന്നത്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ബംഗാളിൽ ഇവരൊന്നും നൽകിയില്ല. അവിടെയുള്ള ഈ സ്ഥാപനത്തിന് 100 രൂപയാണ് ഒരു ദിവസത്തെ കൂലി. എന്നിട്ട് ഈ ഹുദവികളായ ചെറുപ്പക്കാർ പറഞ്ഞു നിസ്കരിക്കണം. നിസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോ ഇവർ പറഞ്ഞു സമയമായിട്ടില്ല. എന്നാ വിചാരിച്ചു അസറിന്റെ നേരത്തെ നിസ്കരിക്കുന്നു, വലിയ സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഇവര് വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും മാത്രമേ നിസ്കരിക്കാറുള്ളൂ. അപ്പൊ അവർ മാസം കാണണം, അപ്പോഴേ സമയമാവുള്ളൂ. അപ്പൊ ഈ ഹുദവികളായ ചെറുപ്പക്കാർ പറഞ്ഞു ഞങ്ങൾ മുസല്ല ഇട്ടിരിക്കുന്നു, നിങ്ങൾ നിസ്കരിക്കുക പിന്നിൽ വരും. പിന്നീട് അവര് മുസല്ല എടുത്തിട്ട് നേരെ മുന്നിൽ പോയി. അപ്പൊ ഹുദവി മുസല്ല എടുത്തിട്ട് മുന്നിൽ പോയപ്പോ വരും പോയി. ഇങ്ങനെ പോകുന്നുണ്ടോ പറയും ഇത് ശരിയല്ല, അങ്ങനെ നിൽക്കണം. ഇമാമ് മുന്നിൽ മാമുവും പിന്നിൽ. ഇതിനാണ് ജമാഅത്ത് എന്നറിയാം. അപ്പൊ ജമാഅത്ത് ജമാഅത്ത് ക്യാഹേ? ജമാഅത്ത് വല്ല ബേക്കറി സാധനം എന്നാ വിചാരം, കണ്ടിട്ടില്ല. ജമാഅത്തിനെ പറ്റി അറിയില്ല. ഈ ഹുദവികൾ പറഞ്ഞു അഫ്ളലു മിൻ സ്വലാത്തിൽ ഫദ്ദി ബി70 ദർജ. 27 പദവി കൂടുതലുണ്ട് ഈ നിസ്കാരത്തിന്, ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ. ഓഹോ, അങ്ങനെ ഉണ്ടോ? ഉണ്ട്. പള്ളിയിലുള്ള നിസ്കാരം നല്ല പുണ്യുണ്ട്. ഓഹോ, അങ്ങനെ ഉണ്ടോ? അല്ല, 40-40 വയസ്സായ ചെറുപ്പക്കാരൻ ചോദിക്കുക, ബംഗാളി, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. മസ്ജിദുൽ ഹറാമിൽ ഏറെ പുണ്യുണ്ട്. ഈ ഹുദവി പറഞ്ഞു മസ്ജിദുൽ ഹറാമിൽ ഏറെ പുണ്യുണ്ട്. അപ്പൊ ഈ 40 വയസ്സായ ഈ ചെറുപ്പക്കാരൻ ചോദിക്കത്രേ, മസ്ജിദുൽ ഹറാം കേരളമേ? മസ്ജിദുൽ ഹറാം കേരളത്തിലാണോ എന്ന്. ഞാൻ തമാശക്ക് പറഞ്ഞതല്ല. ആ കുട്ടികൾ എന്നെ വിളിച്ചു പറയാ, നിങ്ങൾ പ്രസംഗിക്കുമ്പോ ആളുകളോട് ധൈര്യമായി പറയണം ഞങ്ങളുടെ ആ ചോദിച്ച ചെറുപ്പക്കാരന്റെ പേര് മുഹമ്മദ് മുസ്തഫ എന്നാണ് എന്ന്. ആലോചിക്കണം, മുഹമ്മദ് മുസ്തഫ എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരന് മസ്ജിദുൽ ഹറാം കേരളത്തിലാണോ എന്ന് ചോദിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? അവിടെ മദ്രസയും സംവിധാനമൊന്നും നേരത്തല്ല. ഇരിക്കുന്ന മക്കളിൽ UKG-യിലെ പൈതലിനറിയാം ഫാത്തിഹ. അലിഫ് എന്നെഴുതി, റ എന്നെഴുതി, അറ എന്ന് വായിച്ച് അറഅയ്തല്ലദി ഓതി പഠിക്കാനുള്ള സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട്. മുസ്ലിങ്ങൾ മാത്രം ഉണ്ടാക്കിയതാണോ? അല്ല. സഹോദര സമുദായാംഗങ്ങൾ സംഭാവന തന്നിട്ട് എത്ര മദ്രസകൾ. സി ഹരിദാസ് ex-MP അദ്ദേഹത്തിന്റെ തറവാട്ട് വക ഭൂമിയിലാണ് നെയ്തല്ലൂർ ജുമാ മസ്ജിദ് നിലകൊള്ളുന്നത്. വണ്ടൂരിൽ മന്ത്രി അനിൽകുമാറിന്റെ നാട്ടിൽ. ഞാൻ ഇത് പറഞ്ഞപ്പോ അവിടെയുള്ള ആളുകൾ പറഞ്ഞു ഞങ്ങളുടെ ജുമാ മസ്ജിദ് വണ്ടൂരിലെ തുവ്വൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ഏക്കർ കണക്കിന് ഭൂമി രാമചന്ദ്രൻ ഏറാടി എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ എഴുതി കൊടുത്ത സ്ഥലത്താണ്. പാണക്കാട്ട് തങ്ങൾക്ക് കരാർ എഴുതിയിട്ട് അയാൾ പറഞ്ഞിട്ട് ആ കരാർ ഇങ്ങനെയാണ് ഞാൻ വായിക്കാൻ സാധിച്ചത്. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? ഇന്ന വില്ലേജിൽപ്പെട്ട ഇത്ര നമ്പർ സർവേയിലുള്ള ഞാൻ കൈവശം വെച്ച് പോരുന്ന ഇത്ര ഏക്കർ ഭൂമി മുസ്ലിങ്ങൾ നടത്തുന്ന ജുമാ മസ്ജിദിന് വേണ്ടി ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു. ഇതിനു പകരമായി എനിക്ക് സെന്റിന് ഇത്ര രൂപ എന്നല്ല, ഇതിനു പകരമായി എനിക്ക് വിശ്വാസികളുടെ പ്രാർത്ഥന മതിയെന്ന് താഴെ പേരെഴുതി ഒപ്പിടുന്ന സാക്ഷികൾ മുഖേന ബോധിപ്പിക്കുന്നു എന്ന് രാമചന്ദ്രൻ ഏറാടി ഒപ്പ്. കണ്ടോ? സഹോദര സമുദായാംഗങ്ങൾ വരെ തിന്നിട്ട് മദ്രസകളും സ്ഥാപനങ്ങളും നമ്മളെ നാട്ടിലുണ്ടാക്കുമ്പോ ബംഗാളിൽ മുസ്ലിങ്ങൾക്കൊരു മദ്രസ ഓല വെച്ച് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇവരുടെ ഭരണം. ഇമാം ബുഖാരിയുടെ മണ്ണ് കുളമാക്കിയ ഇവർക്ക് എങ്ങനെയാണ് ബംഗാള് കുളമാക്കുക എന്ന് അറിയാമായിരുന്നു. ആ ബംഗാളിൽ പിന്നെ ഒന്നും ചെയ്തില്ല. പിന്നെ കേരളത്തിൽ മതമില്ലാത്ത ജീവനും മദ്രസ ഇല്ലാതാക്കാനുള്ള സംവിധാനവുമായി വന്ന് നമ്മളാ എതിർത്തത്. നമ്മൾ എതിർത്തിട്ടില്ലായിരുന്നുവെങ്കിൽ എന്താ സ്ഥിതി? എന്നിട്ട് ഇവിടെ വന്ന് ഞങ്ങളാണ് മുസ്ലിങ്ങളുടെ സംരക്ഷകർ, ഞങ്ങളാണ് മുസ്ലിം സമുദായത്തെ കാക്കുന്നത്. ആ ബംഗാളിൽ നിങ്ങൾ കൊടുത്തോ?
ഞാൻ പറയാറുണ്ട്, മുമ്പ് മയ്യത്ത് നിസ്കാരം നടക്കുന്ന സദസ്സിൽ ഉസ്താദ് മൈക്കിലൂടെ പറഞ്ഞു, സഹോദരന്മാരെ, ഇന്നാലിന്നാൾ മരണപ്പെട്ടിരിക്കുന്നു. ആയതുകൊണ്ട് ജീവിതകാലത്ത് നിങ്ങൾ ആരെങ്കിലും വെറുപ്പിക്കുന്ന വല്ല വാക്കോ പ്രവൃത്തിയോ ഇദ്ദേഹത്തിന്റെ പക്കൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ പരലോക ഗുണം കണക്കിലെടുത്ത് അത് പൊരുത്തപ്പെട്ടു കൊടുക്കണം. അതോടൊപ്പം അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ലതും സാമ്പത്തികമായി കിട്ടാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ബഷീറുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇപ്പൊ പിന്നിലെ സ്വപ്നം ഒരാൾ വിളിച്ചു പറഞ്ഞത്രേ, ഉസ്താദെ, ബഷീർ ഓൻ തരാനുള്ള തന്നെ മര്യാദക്ക് തന്നു തീർത്താൽ മതിയായിരുന്നു, വാപ്പാന്റെ അവിടെ നിൽക്കട്ടെ എന്ന പോലെ ഈ ചുറ്റുപാട്ടി ആ ബംഗാളിൽ തന്നെ നല്ലപോലെ നോക്കിയാൽ മതിയായിരുന്നു, ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങളെ കണ്ട് പഠിക്കുക. കുറഞ്ഞ സമയം കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ചു. മുഅല്ലിമീങ്ങൾക്ക് പലിശയില്ലാതെ ക്ഷേമനിധി എന്ന സംവിധാനം പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി ഈ ഭരണത്തിൽ നിന്ന് നേടിയെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തല്ല പറയണോ? 2 രൂപയുടെ അരി 1 രൂപ ആക്കിയിട്ട് കേരളം ചരിത്രം സൃഷ്ടിച്ചില്ലേ? പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞും പാലായുടെ കുഞ്ഞുമാണിയും മലപ്പുറത്തിന്റെ കുഞ്ഞാപ്പയും ചേർന്ന് ഒരു മഹാവിസ്മയമാണ് ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആളുകളൊക്കെ ഈ ഭരണത്തെ പറ്റി പഠിക്കാൻ വന്നത്. മാർക്സിസ്റ്റുകാർ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് എത്ര ആളെ പിന്തുണ ഉള്ളതെന്നാ? ഞങ്ങൾക്ക് അധികം പിന്തുണൊന്നും വേണ്ട, ആ ഉള്ള ഭരണം എങ്ങനെയുണ്ട് നോക്കിയാൽ മതി. മുമ്പ് ഒരാൾക്ക് ബീഡി കൊടുത്തു. എങ്ങനെയുണ്ട് ബീഡി എന്ന് ചോദിച്ചു. പുകല കുറവാറുണ്ട്. പുകണ്ടോന്ന് ചോദിച്ചു. അതന്നെ, പുകല കുറവാ നോക്കണ്ട, പുകണ്ടോ, അതാ വിഷയം. ഭരണം എങ്ങനെയുണ്ട്? എന്തു നല്ല ഭരണം! കേരളത്തിൽ സമാധാനം, ശാന്തി, മതസൗഹാർദ്ദം കളിയാടുന്ന കേരളം. നിങ്ങൾ ആലോചിക്കണം, അതാ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത്. അതിന് തന്നെയാണ് നമ്മൾ ഈ രാജ്യത്ത് പ്രവർത്തിച്ചതും. പാണക്കാട്ട് ഹൈദരലി തങ്ങൾ ക്രിസ്തീയ പാതിരിമാർ തർക്കം കൂടുന്നിടത്ത് പോയിട്ട് മസ്ലഹത്തിന് വേണ്ടി ശ്രമിക്കുന്നത് എന്തിനാ? നമുക്കവിടെ മണ്ഡലമൊന്നുമില്ല. മണ്ഡലത്തിലെ വോട്ടല്ല പ്രധാനം, മനുഷ്യർ തമ്മിലുള്ള ബന്ധ പ്രധാനം. അതാണ് എന്റെ മുത്ത് ശിഹാബ് തങ്ങൾ പൂന്തുറ കലാപം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി വന്നപ്പോ അവിടെയുള്ള നേതാക്കൾ കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ പറഞ്ഞത്, മല പോലെ വന്നൊരു വിഷയം പാണക്കാട്ട തങ്ങൾ വന്നപ്പോൾ മഞ്ഞുപോലെ ഇല്ലാതായി എന്നാണ്. ഞങ്ങൾ പ്രശ്നത്തിന് തീ കൊളുത്തുന്നവരല്ല. എവിടെ കുഴപ്പമുണ്ടാകുന്നുവോ അവിടെ വന്ന് ഞങ്ങൾ ഫയർഫോഴ്സിന്റെ പണിയെ എടുക്കും. ഞങ്ങൾക്ക് ഉപദേശം തരാൻ ഒരുപാട് ആളുകളുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, SDPI ഉണ്ട്, PDP ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളാ ഇവരെയൊക്കെ എതിർത്ത് തോൽപ്പിക്കുന്നത്? അബ്ദുൽ നാസർ മഅദനി കടന്നു വന്നൊരു കാലഘട്ടത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പാണക്കാട്ട് തങ്ങൾ ആത്മസംയമനത്തിന്റെ താരാട്ട് പാട്ടുപാടിയിട്ട് ഈ സമുദായത്തെ തൊട്ടിലിട്ട് ആട്ടുകയാണ്. ഞാൻ ഓർക്കുകയാണ്, അബ്ദുൽ നാസർ മഅദനിയെ ഇന്നുവരെ ഒരു പൂഴി ഒരു മുസ്ലിം ലീഗുകാരനും അദ്ദേഹത്തിന്റെ മേലിലേക്ക് എറിഞ്ഞിട്ടില്ല എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗുകാരനായ ഒരു എളിയ ഖാദിം എന്ന നിലയിൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ സാധിക്കുമോ? ISSന്റെ കൂലിപ്പട്ടാളം ലജ്നത്തുൽ മുഹമ്മദിയയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച നബിദിന പരിപാടിയിൽ ഒന്നുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ എറിയൽ ആരംഭിച്ചത്. ആ ഏറ് തടുക്കാൻ വന്നവരിൽ എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, BA റസാഖ്. എന്റെ സുഹൃത്ത് ബഷീദിനറിയാം. BA റസാഖ് ആലപ്പുഴയിലെ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്. അദ്ദേഹം ഈയിടക്കടുത്ത് മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകം നന്നാക്കി കൊടുക്കട്ടെ. കസേര എടുത്തുകൊണ്ട് ഏറ് തടുത്തിട്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മരിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് മായാത്ത കലകളുണ്ടായിരുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മന്ത്രിയായിരുന്നപ്പോൾ നബിദിന പരിപാടിക്ക് വന്നപ്പോൾ ISSന്റെ പ്രവർത്തകന്മാർ ആക്രമിച്ചപ്പോഴുണ്ടായതാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലല്ലോ. പാണക്കാട്ടെ വീട് നിൽക്കുന്ന മലപ്പുറത്തിന്റെ കോട്ടക്കൽ ചങ്കുവട്ടിയിൽ വന്ന് ബാബരി മസ്ജിദ് പൊളിഞ്ഞ ദിവസം പാണക്കാട് ശിഹാബ് തങ്ങളോട് തിരിച്ചു പോകാൻ ISSന്റെ പ്രവർത്തകർ പറഞ്ഞപ്പോഴും തിരിച്ചുപോയ തങ്ങളുടെ പാർട്ടിയാണ് ഈ മുസ്ലിം ലീഗ്. ഞാൻ കാരണമായി മുജീബേ, ഡ്രൈവറോട് എന്റെ പൊന്നു തങ്ങൾ പറയാ, മുജീബേ, ഞാൻ കാരണമായി ഈ രാജ്യത്ത് ഒരാളുടെയും രക്തം ചിന്താൻ പാടില്ല, വണ്ടി തിരിക്ക്. എന്താണ് തങ്ങൾക്ക് അവിടെ കുറവ്? പ്രത്യേകിച്ച് മലപ്പുറത്ത് കോട്ടക്കലിൽ പാണക്കാട്ട് തങ്ങൾ അവിടെ നിന്ന് മുജീബിനോട് എനിക്ക് പോകണം. എങ്ങണ്ടാ പോകുന്നത്? തിരൂരിലെ മുസ്ലിം ലീഗിന്റെ നേതാവ് CK കുഞ്ഞുഹാജിയുടെ ജനാസ നിസ്കാരത്തിന് ഇമാമ് നിൽക്കാൻ പോകുക, ബാബരി മസ്ജിദ് പൊളിഞ്ഞ ഹർത്താലിന്റെ അന്ന്. ആ തങ്ങളെ തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞാൽ ആ മുജീബ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 1 രൂപ നാണയം എടുത്തിട്ട് കോയിൻ ബൂത്തിൽ കയറിയിട്ട് കോട്ടക്കൽ അങ്ങാടിയിലേക്ക് ഒരു ലോക്കൽ കോൾ ചെയ്താൽ ഒരു ആപ്പേ വണ്ടിയിൽ 4 യൂത്ത് ലീഗ് വന്നാൽ തീരാവുന്ന പ്രശ്നമാണ്. 4 യൂത്ത് ലീഗ് വന്നാൽ. പക്ഷേ
ഞങ്ങൾ ആ വഴിക്ക് ചിന്തിച്ചില്ല. എന്താ കാര്യം? ഈ നാട് പ്രധാനാണ്, നാടിന്റെ സമാധാനം പ്രധാനാണ്. ഞാൻ പറയട്ടെ, ഏത് കളിയും കളിക്കായി ഗ്രൗണ്ട് കുത്തിപ്പൊളിക്കരുത്. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവരോടും. ജമാഅത്തെ ഇസ്ലാമിക്ക് മുസ്ലിം ലീഗിനെ എതിർക്കാൻ ഇമെയിൽ എടുത്തിടാം, മാറാടെടുത്തിടാം. അവർക്കെന്താ? ഈ നാട് കുളമായാൽ അവർക്കൊന്നും ഈ നാട് ഇങ്ങനെ എത്തിച്ചതിൽ ലീഗിനോളം പങ്കില്ല. മേപ്പുരയില്ലാത്തവർക്ക് എന്ത് തീപ്പേടിയാ? അവർക്കെന്തും ചെയ്യാം, എന്തും പറയാം. പല ആളുകളും പല ആളുകളെയും കൊണ്ടുവരികയാണ്. ജമാഅത്തെ ഇസ്ലാമി ആദ്യം വോട്ട് ഹറാമാന്ന് പറഞ്ഞു, പിന്നെ വോട്ട് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാൻ, മൂല്യം നോക്കാൻ നല്ല മനുഷ്യന്മാരെ നോക്കൽ തുടങ്ങി. അങ്ങനെ നോക്കി 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 അവസാനം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് ടി മുഹമ്മദ് ബഷീറിന് പിന്തുണ, അഹമ്മദിന് പിന്തുണ ഇല്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, രണ്ടും ലീഗല്ലേ? രണ്ടും ലീഗാണ്, പിന്നെ എന്താ മാനദണ്ഡം? ഫലസ്തീൻ വിഷയത്തിൽ അഹമ്മദ് മോശ, ആകെ ഫലസ്തീനിൽ പോയ ഒരാൾ അഹമ്മദാണ്. ഫലസ്തീൻ ജനതയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ അഹമ്മദാണ്. ആ അഹമ്മദിനെ തോൽപ്പിക്കുക, ടിയെ ജയിപ്പിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ സംഭവം. ടി മത്സരിക്കുന്ന പൊന്നാനിയിൽ ജയസാധ്യത ഉണ്ട്. അവിടെ അഹമ്മദ് തോൽക്കാനാ സാധ്യത. അവിടെ ടി ക്യാംസ് ജയിക്കുന്ന ഇവരുടെ വകുപ്പ്. അപ്പൊ ജയിക്കുന്നവനെ നോക്കി പിന്തുണ. അതും കഴിഞ്ഞത് ആ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോ പിണറായിയും ലീഗും ഒരേ നിലപാട് സ്വീകരിച്ചു നിന്നപ്പോ സ്വന്തമായ ഒരു കരുത്തുണ്ടാക്കാൻ വേണ്ടി അവർ നിന്നു. ആദ്യം ജമാഅത്തെന്നും പിന്നീട് സോളിഡാരിറ്റി എന്നും പിന്നീട് അത് കഴിഞ്ഞിട്ട് ജനകീയ വികസന മുന്നണി എന്ന് പേരിട്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു പുതിയ മുദ്രാവാക്യവുമായി വന്നു. എന്താ മുദ്രാവാക്യം? മാറ്റത്തിന് ഒരു വോട്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ ബൂത്തിൽ വോട്ടെണ്ണിയപ്പോ ഈ സാധുക്കൾക്ക് കിട്ടിയത് ഒരു വോട്ട് തന്നെ, ഒറ്റ വോട്ട്. സ്വന്തം ഭാര്യയുടെ വോട്ട് വരെ കിട്ടിയില്ല. ഭാര്യനോട് ചോദിച്ചു, ഇത് എന്താ വോട്ട് ചെയ്യാൻ? ഭാര്യ പറഞ്ഞു, നമ്മളെ മുറാദ് മാറ്റത്തിന് ഒരു വോട്ടല്ലേ, ഞാനും കൂടി ചെയ്തിട്ട് രണ്ടെണ്ണാകണ്ടല്ലോ എന്ന് ചോദിച്ച ആ ഒറ്റ വോട്ടുമ്പോ തൃപ്തിപ്പെട്ടു. യഥാർത്ഥത്തിൽ അത് നാറ്റത്തിനൊരു വോട്ടായി മാറി. ആ സാധുക്കള് പല പേരിട്ട് വന്നു. ആ പേരിട്ടതുപോലെ തന്നെ ഇപ്പോഴത്തെ SDPI പോപ്പുലർ ഫ്രണ്ട് എന്നും പല പേരും സ്വീകരിച്ചുകൊണ്ട് ഇതുപോലെ തന്നെ ഇവർക്കൊപ്പം കൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. എന്തുണ്ടായി? അവർക്കും കിട്ടിയ സ്ഥിതി ഇതാണ്. വോട്ടെണ്ണി നോക്കുമ്പോ ആ സാധുവിന് 5 വോട്ട്, ഈ സാധുവിന് 1 വോട്ട്. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ അവർക്കൊക്കെ എന്താ? അവര് പേരുമാറ്റി ഇങ്ങനെ ഇടുകയാണ്. ജനങ്ങൾ പറഞ്ഞു, പേരുമാറ്റമല്ല പ്രധാനം, പെരുമാറ്റമാണ് പ്രധാനം. അത് ലീഗിന്റെ പെരുമാറ്റമാണ് ജനങ്ങൾക്ക് നല്ലത് എന്ന് ബോധ്യപ്പെട്ടു. ഞങ്ങളങ്ങനെ ജയിച്ചു കയറി. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞിതാപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ പിണറായി വിജയൻ പറഞ്ഞു, വോട്ടായതായാലും വാങ്ങാം. പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, എല്ലാരും വോട്ടും വേണ്ട, ജമാഅത്തിനെ പോലത്തെ നിങ്ങളെ പോലത്തെ ഈ ബർക്കത്തില്ലാത്ത വോട്ട് ഞങ്ങളെ പെട്ടിക്ക് വേണ്ട എന്ന് പാണ്ടിക്കടവത്തെ കുഞ്ഞാലിക്കുട്ടി തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവർ പ്രഖ്യാപിച്ച പോലെ തന്നെയായി. എവിടെ വോട്ട്? നമ്മൾ അത്ഭുതപ്പെട്ടു. KM ഷാജിക്ക് അഴീക്കോട് വോട്ടില്ല വരവക, പിന്നെ മുനീറിനില്ല, പിന്നെ ഇരവിപുരത്ത് PKK ബാവാക്ക് പിന്തുണയില്ല, ഗുരുവായൂരിലില്ല, ഇവിടെ ഒന്നുമില്ല. കാരണം എന്താ? അവിടങ്ങളിലൊക്കെ ലീഗ് തോൽക്കാൻ സാധ്യത ഉണ്ട്. പിന്നെ എവിടെയാണ് ഇവരെ പിന്തുണ? വേങ്ങരയില് ആർക്ക്? കുഞ്ഞാലിക്കുട്ടിക്ക്. പിന്നെ ഉബൈദുള്ളാക്ക് 45,000 ലീഡുള്ളടുത്ത് പിന്തുണ, ഉമ്മറിന് പിന്തുണ. അവിടെ എന്തിനാടോ ഞങ്ങൾക്ക് പിന്തുണ? പുഴയിൽക്കാരെങ്കിലും മണലടിക്കുവോ? അതും ആപ്പേ വണ്ടിയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കാണി, അവിടെ എന്തിനാ ഈ പിന്തുണ? ഞങ്ങൾ പറഞ്ഞു, ആ പിന്തുണ വേണ്ട. നിങ്ങൾ ഈ പേരൊക്കെ മാറ്റിയിട്ട് വന്നാലും ജനങ്ങൾ അംഗീകരിക്കില്ല. പഞ്ചസാര ഭരണിക്കും ഇതേ ചായപ്പൊടി എന്ന് എഴുതി വെച്ചാൽ ഉറുമ്പ് വരാതിരിക്കുമോ? ജനങ്ങൾ ആ ബോധ്യത്തിൽ ഉറച്ചു നിന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പോഴെന്താ സ്ഥിതി? നിങ്ങളുടെയൊക്കെ കോലം ജനങ്ങൾക്ക് ബോധ്യമായി. പിന്നെ വേറൊരു ടീം അവരുടെ അമീറന്മാരെ കൊണ്ടുവന്ന് നിർത്തി വേങ്ങരയിൽ. മജീദ് ഫൈസി മത്സരിക്കുക കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ. ആദ്യം അവർ പറഞ്ഞിരുന്നത്, ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടി ഞങ്ങളുടെ സ്വന്തം ആളാണ്, മുനീറ ഞങ്ങളെതിര്, ഷാജിയ ഞങ്ങളെതിര്. എന്നിട്ടോ വേങ്ങരയിൽ വന്ന് നിൽക്കുകയാണ്. വേങ്ങരയിൽ അന്ന് കണ്ണൂരിൽ അബ്ദുള്ള കുട്ടിക്കെതിരെ മത്സരിച്ച അമീറിനെ കൊണ്ടുവന്ന് തന്നെ നിർത്തി പർദ്ദ ധരിച്ച സഹോദരിമാരെ കൊണ്ടുവന്ന് ക്യാമ്പും ക്ലാസ്സൊക്കെ നടത്തി. സാധുക്കൾക്ക് തുച്ഛം വോട്ടാ കിട്ടിയത്. കേരളത്തിലെ വലിയ ഭൂരിപക്ഷത്തിന് മുസ്ലിം ലീഗിന്റെ 3 ആളുകൾ കേരളത്തിന്റെ നിയമസഭയിലേക്ക് കയറി. ഇവരാരെയാ പരിചയപ്പെടുത്തുന്നത്? പ്രൊഫസർ കോയ. ഏതാണ് ഈ കോയ? ആർക്കും അറിയില്ല. എന്നാ ഒരു കോയ ഉണ്ടായിരുന്നു കേരളത്തിൽ. ഏതാണ് ആ കോയ? അത്തോളിയിലെ ആലിമൊല്ലാക്കാന്റെ മകനായി ജനിച്ച കോയ.
അധികാരിവർഗത്തിന്റെ മുന്നിൽ ഒരിടിത്തീയുടെ ദാഹശക്തിയോട് നിന്ന് ഒരിടിമുഴക്കത്തിന്റെ ഗർജനം മുഴക്കിയ കോയ, കരിമ്പാറ കൂട്ടങ്ങളെപ്പോലും കാട്ടരുവികളാക്കാൻ കരവിരുതുണ്ടായിരുന്ന കോയ. അറിയോ, കോഴിക്കോട്ടങ്ങാടിയിലെ പട്ടിണി പാവങ്ങൾ ഇടിവെട്ടിക്കോയ എന്ന് വിളിച്ച എന്റെ മുത്ത് CH മുഹമ്മദ് കോയ. അതാണ് കോയ, മറ്റേത് കോയയാണ് എന്ന് സമുദായം തീരുമാനിച്ചു. ഞങ്ങൾ ആ ഭാഗത്ത് ഉറച്ചു നിന്നു. നിങ്ങൾ ഇപ്പോഴും പഴയ ആ പരുവത്തിൽ തന്നെയാണ്. നിങ്ങൾക്കൊന്നും ലീഗാകാൻ കഴിയില്ല. അപ്പോ ലീഗിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അതിനു വേണ്ടിയുള്ള തന്ത്രങ്ങൾ അങ്ങനെയാണ്. MA യൂസുഫ് അലിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം കണ്ട് എല്ലാവരും യൂസുഫ് അലി ആകണമെന്ന് വിചാരിച്ചാൽ നടക്കും. എന്റെ നാട്ടിലൊരു ചങ്ങാതി എന്നും ലോട്ടറി എടുക്കും. ഓന്റെ ശ്രമം എന്താ, ഒന്ന് യൂസുഫ് അലി ആകണം. എന്ന് ലോട്ടറി എടുത്താലും ഒരു നമ്പറിന് പോയി എന്നറിയോ, ഓനെ ഒറ്റ നമ്പർ കോയാന്നാണ് നാട്ടുകാർ വിളിക്കുക. അതേപോലെ ഒരു കോയ. അങ്ങനെ ഒരു ദിവസം ഈ ലുലുവിന്റെ പരസ്യം ഇങ്ങനെ കണ്ടപ്പോ യൂസുഫ് അലിനെ നോക്കിയിട്ട് പറഞ്ഞു, പടച്ചോനെ ഇതേമാതിരി ഒന്നും ഇന്നെ ആക്കൂലേ. ഒരു 2 ആഴ്ച കാത്തിരുന്നിട്ട് ഇതേമാതിരി ആകണില്ല. ഓൻ ആ പത്രം അവിടെ ഇട്ടിട്ട് പറഞ്ഞു, എന്നാ ഈ യൂസുഫ് അലിനെ എന്റെ മാതിരി ഒന്ന് ആക്കണേ റബ്ബേനെ. കാരണം എന്താ പറയുക, ഓന്റെ മാതിരി ആവൂല. അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന ഈ രാജ്യത്ത് ചെയ്തു പോരുന്ന നന്മകൾ എല്ലാവരും മനസ്സിലാക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും.